അലുമിനിയം ഫോയിൽ ഡിസ്പോസിബിൾ കണ്ടെയ്നർ ബിസിനസ് ആരംഭിക്കുന്നതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. 2025 ഈ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കാം, എത്രത്തോളം ലാഭം ഉണ്ടാക്കാം, എത്രത്തോളം ചിലവ് വരും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫുഡോ ഒക്കെ കഴിക്കുന്ന സമയങ്ങളിൽ, അതല്ലെങ്കിൽ വിവാഹ പാർട്ടികളിലൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിലൊരു മികച്ച ബിസിനസ് സാധ്യത ഉണ്ട് എന്ന കാര്യം പലരും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നിരോധിച്ചതു മുതൽ ഈ ഒരു അലുമിനിയം ഫോയിൽ കണ്ടെയ്നറുകളുടെ ആവശ്യം വിപണിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിച്ചാൽ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനും സാധിക്കും. വലിയൊരു മുതൽ മുടക്കൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാനും നല്ലൊരു ലാഭം അതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ഏതൊരു ബിസിനസ് നമ്മൾ ആരംഭിക്കുമ്പോഴും ആദ്യം അതിന് ആ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങാവൂ. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന അലുമിനിയം ഡിസ്പോസിബിൾ കണ്ടെയ്നറുകൾ ഫുഡ് ഇൻഡസ്ട്രി മാത്രമല്ല, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും അധികമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ ഭാരം കുറഞ്ഞതും 100% റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നമുക്കറിയാം, ഇന്ന് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടെയ്നറുകളുടെ ആവശ്യകത തീർച്ചയായിട്ടും ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് ഒരു മെഷീൻ ആവശ്യമാണ്. ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, പലതരം പ്രോഡക്റ്റുകൾ ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും. പലതരം സൈസിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓരോന്നിനും വ്യത്യസ്ത ഡൈകൾ ഇതിലുണ്ട്. അത് മാറ്റിയിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രേകളും വ്യത്യസ്ത ആകൃതിയിലുള്ള ഉൽപ്പന്നങ്ങളും ഗ്ലാസുകളും ഒക്കെ നിങ്ങൾക്കതിൽ നിർമ്മിക്കാൻ സാധിക്കും. ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് അലുമിനിയം ഫോയിൽ എന്ന് പറയുന്ന ഒരു ഒറ്റ റോ മെറ്റീരിയൽ മാത്രം മതിയാകും. മാർക്കറ്റിൽ പൊതുവെ 30 മൈക്രോൺ അലുമിനിയം ഫോയിലുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അലുമിനിയം ഫോയിലിന്റെ വില എന്ന് പറയുന്നത് കിലോയ്ക്ക് 300 മുതൽ 350 രൂപ വരെയാണ്. ഈ ഒരു വില എന്ന് പറയുന്നത് മൈക്രോണിനെയും അതുപോലെ തന്നെ അലുമിനിയം ഫോയിലിന്റെ ക്വാളിറ്റിയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നേരത്തെ പറഞ്ഞ പോലെ ചില മെഷീനുകൾ ആവശ്യമാണ്. പ്രധാനമായിട്ടും അതിന്റെ ഡൈയും, കട്ടിംഗ് മെഷീനും, പാക്കിംഗ് മെഷീനും, എയർ കംപ്രസറും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അലുമിനിയം കണ്ടെയ്നർ ഫോമിംഗ് മെഷീനാണ്. ഇതൊരു പഞ്ചിങ് പ്രസ് ടൈപ്പ് മെഷീനാണ്. ഇത് വ്യത്യസ്തമായിട്ടുള്ള സ്പീഡിലുള്ള മെഷീനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് അതിൻ്റെ റേറ്റിൽ വ്യത്യാസം വരും. നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മെഷീൻ വിൽക്കുന്നവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. നിങ്ങൾ ഗൂഗിളിൽ പോയി ഈ മെഷീൻ്റെ പേര് സെർച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സിംഗിൾ കാവിറ്റി മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ഏകദേശം 40 മുതൽ 50 കണ്ടെയ്നറുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കും. ഡബിൾ കാവിറ്റി മെഷീൻ ആണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഏകദേശം 80 മുതൽ 100 കണ്ടെയ്നറുകൾ വരെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ ഡബിൾ കാവിറ്റി മെഷീൻ എങ്കിലും വാങ്ങാൻ ശ്രമിക്കണം. കാരണം സിംഗിൾ കാവിറ്റി മെഷീൻ എടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം കൂടുതൽ റിജക്ഷൻ കാരണം ധാരാളം വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ഈ മെഷീനുകൾക്ക് അത്യാവശ്യം നല്ലൊരു റേറ്റ് വരും. 10 മുതൽ 15 ലക്ഷം രൂപ വരെയൊക്കെ വിലയുള്ള മെഷീനുകളാണ് ഇവ. ഇപ്പോൾ ഇത്രയും വില കൊടുത്തൊരു മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് ഉണ്ടാകാൻ സാധിക്കുമോ എന്ന് തീർച്ചയായിട്ടും പലർക്കും സംശയമുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് നല്ല ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരിക്കലും ഒരു നഷ്ടം വരില്ല. മെഷീൻ വാങ്ങുമ്പോൾ നല്ല മെഷീൻ നോക്കി, നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ നോക്കി, ഉത്തരവാദിത്തം ഉള്ളവരിൽ നിന്ന് മാത്രം അത് വാങ്ങാൻ ശ്രമിക്കണം. ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വലിയൊരു സ്ഥലമൊന്നും ആവശ്യമില്ല. ഏകദേശം 1000 മുതൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം മാത്രം മതിയാകും. എന്നാൽ ഡസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല വൃത്തിയായിട്ടുള്ള ഒരു സ്ഥലം വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. കാരണം നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത് ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളാണ്. അവിടെ പൊടിയോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെയ്നറിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടില്ല. അതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അവിടെ നല്ല വായുസഞ്ചാരവും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. സിറ്റിയിൽ മാത്രമല്ല, ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുകൊണ്ട് പോലും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെഷീൻ പ്രവർത്തിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് 1-2 ഓപ്പറേറ്റർമാരെ ആവശ്യമുണ്ട്. കൂടാതെ പാക്കേജിംഗ് ചെയ്യാനും സാധനങ്ങൾ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് ലേബേഴ്സ് ആവശ്യമാണ്. ഇതിനായി നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 തൊഴിലാളികളെ നിയമിക്കാവുന്നതാണ്. ഇതിന് പുറമെ ഒരു സൂപ്പർവൈസർ ആവശ്യമാണ്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. മറ്റൊരു ജോലിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ടും ആരംഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു സൂപ്പർവൈസറെയോ മാനേജറെയോ ഒക്കെ നിയമിക്കേണ്ടി വരും. ഇനി ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് പലർക്കും സംശയമുണ്ടാകും. നിങ്ങൾ എവിടെ നിന്നാണോ മെഷീൻ വാങ്ങുന്നത് അവിടെ നിന്ന് തന്നെ അതിനുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മെഷീൻ തിരഞ്ഞെടുക്കുക. മിക്ക സ്ഥലങ്ങളിലും അതിനുള്ള ട്രെയിനിങ് കിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ്. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര കണ്ടെയ്നർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ 90 കണ്ടെയ്നറുകൾ എന്ന കണക്കിലാണ് എന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ നിങ്ങൾ മെഷീൻ പ്രവർത്തിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം 50,000 മുതൽ 60,000 വരെ കണ്ടെയ്നറുകൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതെങ്ങനെ വിൽക്കാം എന്നുള്ളതാണ് ഇനി അടുത്ത കാര്യം.
വിൽപ്പനയ്ക്ക് വേണ്ടി നിരവധി മാർഗ്ഗങ്ങൾ അവൈലബിൾ ആണ്. ആദ്യം നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റിംഗ് എന്തായിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവിടെ പ്രധാനമായിട്ടും റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെയാണ് ഉൾപ്പെടുന്നത്. നിങ്ങളുടെ വീടിനടുത്തുള്ളതോ നഗരത്തിലോ സമീപത്തുള്ള ടൗണുകളിലോ ഒക്കെയുള്ള റെസ്റ്റോറൻറ്റുകളിലും കഫേകളിലും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് ഇവ വിൽക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ബൾക്ക് ഓർഡറുകളൊക്കെ എടുക്കാൻ പറ്റും. രണ്ടാമതായി വരുന്നത് കാറ്ററിംഗ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ സിറ്റിയിലോ സമീപപ്രദേശത്തൊക്കെ ഉള്ള കാറ്ററിംഗുകാരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവർക്കും ഇത് സെയിൽ ചെയ്യാവുന്നതാണ്. കാറ്ററിംഗുകാരിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ബൾക്ക് ഓർഡറുകളൊക്കെ ധാരാളമായിട്ട് കിട്ടും. മൂന്നാമതായിട്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളാണ്. സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ളവയ്ക്കെല്ലാം വലിയ വലിയ റെസ്റ്റോറൻറ്റുകളുമായിട്ട് കോൺടാക്ട് ഉണ്ട്, കരാറുകളുണ്ട്. അവർ റെസ്റ്റോറൻറ്റുകൾക്ക് ധാരാളം റോ മെറ്റീരിയൽസുകളൊക്കെ ഇന്ന് നൽകുന്നുണ്ട്. നിങ്ങളുടെ സിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരുമായിട്ട് ഒരു കോൺടാക്ട് ഒപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാർക്കറ്റ് അവിടെ കിട്ടും. അതുപോലെ തന്നെ റീറ്റെയിലർമാരെയും മൊത്ത വ്യാപാരികളെയും ഒക്കെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. എല്ലാ സിറ്റികളിലും ഡിസ്പോസിബിൾ കണ്ടെയ്നറുകളുടെ കടകളുണ്ട്. നിങ്ങൾക്ക് അവിടെ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുക. ചെറിയ റീറ്റെയിൽ കടകളും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. 2-3 മൊത്ത വ്യാപാരികളുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധം സ്ഥാപിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് പ്രോഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി വേറെ എങ്ങും അലഞ്ഞു തിരിയേണ്ടതില്ല. അവർക്ക് തന്നെ കൊടുത്താൽ മതിയാകും. എന്നാൽ മൊത്ത വ്യാപാരികളിലൂടെ നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രോഫിറ്റ് കുറവായിരിക്കും. ഇതിനെല്ലാം പുറമെ നിങ്ങൾക്ക് ഇവ ഓൺലൈനിലും വിൽക്കാൻ സാധിക്കും. അതിനുവേണ്ടി ധാരാളം വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. അവിടെയെല്ലാം നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ്. ഹോൾസെയിൽ റേറ്റിന് നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 50% മുതൽ 70% വരെ ഈ ഒരു ബിസിനസ്സിൽ നിന്നും തീർച്ചയായിട്ടും പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഏതൊരു ബിസിനസ്സും പോലെ തന്നെ ഈ ഒരു ബിസിനസ്സും ആരംഭിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ രജിസ്ട്രേഷൻസും ലൈസൻസും തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങുക. ഈ ഒരു ബിസിനസിന്റെ പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതുപോലുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.